ഈ പെണ്ണിന്റെ സ്വന്തക്കാരെയും ബന്ധക്കാരെയൊക്കെ പരിചയപ്പെടുന്നു കേട്ടോ. അവസാനം ടി വി കിട്ടുമ്പോ അവരില്ലേ വരില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ബാലൻസ് കാശ് കിട്ടൂല. നീ ആ കുന്നം കൂടെ ചോറൊക്കെ എടുത്തോ. ഞാനിപ്പോ എല്ലാരും വിളിക്കാം. പത്മാമേ ജലജേച്ചി എല്ലാരും വിളിച്ചേ. ഇത് ജലജേച്ചി പത്മാമല്ലേ, പെണ്ണിന്റെ അമ്മ, പെണ്ണിന്റെ അമ്മയുടെ അനിയത്തിയ. ഞങ്ങളെല്ലാം നന്നായിട്ട് പിടിക്കണേ. ഷൈമോനെ കൂടെ കാണിച്ചെടുക്കണേ. അത് ജലജേച്ചിയുടെ ഭർത്താവാ. കേണല. ഇതാണ് പത്മാമ്മ, പെണ്ണിന്റെ അമ്മ. ചായ കുടിക്കാം. വേണ്ട ചേച്ചി, അളിയൊന്നു നിന്നെ. ഇത് സജേച്ചി, ഇവരുടെ അനിയത്തിയാണ്. ഇത് ചേച്ചിയുടെ ഭർത്താവ് സഹദേവനടി. ഇത് സൂര്യേച്ചി. നിനക്ക് അഡ്വാൻസ് ഒന്നില്ലേ ജയൻ ചേട്ടൻ, പുള്ളിയുടെ ഭാര്യ. അല്ല കഴിഞ്ഞില്ലേ മോനെ, പൊക്കോട്ടെ. വീഡിയോ മോനെ, എന്റെ കുറച്ച് കൂട്ടുകാർ രാത്രി വരുന്നുണ്ട്. അപ്പൊ അവര് വരുമ്പോഴേ നല്ല വെട്ടവും വെളിച്ചവും ഒക്കെ അടിച്ച് അലുവ പോലെ അങ്ങ് എടുക്കണം. ചേച്ചി പെണ്ണ് റെഡിയാ? റെഡിയായിക്കൊണ്ടിരിക്കുക, ഇപ്പൊ വിളിക്കാം. ശരിയാണ്. അല്ല പെണ്ണിന്റെ അച്ഛനും അച്ഛന്റെ വീട്ടുകാരൊന്നുമില്ലേ? പെണ്ണിന്റെ അച്ഛൻ നേരത്തെ മരിച്ചുപോയി. പിന്നെ പെണ്ണിന്റെ അച്ഛന്റെ വീട്ടുകാരായിട്ട് ഇവരത്ര സുഖത്തിലൊന്നല്ല, ഉടക്കണം. ഒരു കൊച്ചച്ഛൻ ഉണ്ടായിരുന്നു. ദാ വരുന്ന മുതല സുഗതൻ. പന്തലുണ്ടാക്കി വെച്ചേക്കണം. ഈ അടുത്തെങ്ങാൻ ഇത്രയും കൂതറ പന്തൽ ഞാനെങ്ങും കണ്ടിട്ടില്ല. അതെ അതെ. ഇഞ്ഞപ്പാ ഒരു മഴ അങ്ങോട്ട് പെയ്താൽ ചോരും. എന്നാ പിന്നെ മഴ പെയ്യട്ടെ, നമുക്കെന്നാ കുഞ്ഞപ്പനാണ്. കെട്ടൻ ചായല്ലാം കിട്ടുമാവോ? ചീട്ടിലേടാ അത് വല്ല നോക്ക്, അതാണ് നല്ലത്. അഞ്ജു എന്താടി, എന്താ ഇപ്പൊ പറ്റേ? അഞ്ജു ചേച്ചി, അവൾക്ക് ഇഷ്ടമുണ്ടായിരുന്ന ആ പയ്യനില്ലേ, അവനെ വീട്ടുകാർ ഗൾഫിലേക്ക് അങ്ങോട്ടുണ്ട് പറഞ്ഞു വിട്ട്. ഇപ്പോൾ ഒരു ഫ്രണ്ട് വിളിച്ചപ്പോൾ പറഞ്ഞതാ, അതുകൊണ്ടാ. ആണോ? സമാധാനമായി. മോളിപ്പോ ഇതിനെ ആരോടും പറയാനൊന്നും നിൽക്കണ്ട. ഇല്ല ചേച്ചി, ഇല്ല. അഞ്ജു ഒക്കെ കഴിഞ്ഞില്ലേ, മതി. വേഗം റെഡി ആവ്. ഫോട്ടോഗ്രാഫർമാരൊക്കെ വന്നിട്ടുണ്ട്. മാമൻ എങ്ങാനും വരുമ്പോ ഇപ്പൊ ഇത് കണ്ട അത് മതി മോളെ. ഇനി കൊറേ പോവാണ്ടോ? ഇത് ഞങ്ങളെ കൂട്ടം വന്നല്ലേ, വണ്ടി കൊണ്ടുവന്നു. കല്യാണ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്ന് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോകണം. അത് ഞങ്ങൾ ഈ കോഴിക്കോട്ടുകാരുടെ ഒരു രീതിയാ. ഈ നാട്ടിൽ നിന്ന് പോന്നു കഴിഞ്ഞാൽ രീതി മാറ്റാൻ പറ്റുമോ? അല്ലേ സുനിയെ? അതെ അതെ, പുള്ളി ഇവിടുത്തുകാരനൊന്നുമില്ല, പെണ്ണും കെട്ടിയൊന്നും ഇവിടെ കൂടിയതാ. സെലിബ്രേഷൻ ആണല്ലേ? അതെ, ആശാനെപ്പറ്റി ശരിക്കും അന്വേഷിച്ചായിരുന്നാ? എനിക്കറിയാൻ പാടില്ല, ഇതൊക്കെ റെജിയുടെ ഏർപ്പാട്. ആശാനെ, നമ്മുടെ കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ പറഞ്ഞേക്ക്, അല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോ കണകുണ പരിപാടിയായി പോട്ടോ. എന്റെ പിള്ളേരെടുത്തും അഭിപ്രായം പറയാൻ വരുന്നത് എനിക്ക് ഇഷ്ടമല്ല. പിന്നെ കലവറയിൽ അത് ഉണ്ടാക്കി ഇത് ഉണ്ടാക്കി എന്ന് പറഞ്ഞ ഒറ്റ കുട്ടി അവിടെ കയറി പോകുന്നത്, കേറി കഴിഞ്ഞ എന്റെ സ്വഭാവം പറഞ്ഞു നിൽക്കാം. ഇതുപോലെ സുനി മതി ആശാനെ. ആശാന്റെ ഫുഡ് അടിപൊളിയാ. ആശാൻ പറഞ്ഞ കേട്ടല്ല, ആശാന്റെ കലവറയൊക്കെ ആരെങ്കിലും വന്നാ സദ്യ മൊത്തം ഞങ്ങൾ കൊളാക്കി കളി. അങ്ങനെ നമ്മൾ എത്രയോ കൊളാക്കിണ്ട് അല്ലേ? പിന്നല്ലാതെ ഇതും കൊളാക്കി. അതെ, ഇച്ചിരി വട്ടുണ്ടിട്ടാ. ചേട്ടൻ എന്നെ വിളിച്ചായിരുന്നോ? എനിക്ക് രാത്രിക്കുള്ള ബ്രെഡ് ചിക്കനും കിട്ടിയോ? അത് ഷൈമോനോട് പറഞ്ഞിട്ടുണ്ട്. നാളെ സിഗരറ്റ് അതും അവനെ കൊണ്ട് വാങ്ങിപ്പിക്കാം. പുരുഷേട്ടാ, ജലജ നീ ആകെ അങ്ങ് ഉടഞ്ഞു പോയല്ലോടി. പട്ടാളം നിനക്കൊന്നും തരുന്നില്ല മോളെ. അയ്യോ പണ്ട് എങ്ങനെ ഇരുന്ന പെണ്ണ, ഇങ്ങനൊന്നും പോയി പറ്റില്ല. നല്ല തടി വെക്കണം. ഞാൻ നല്ല ഈന്തപ്പഴവും അണ്ടിപ്പരിപ്പും അത്തിപ്പഴവും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് തരും, കഴിച്ചേക്കണം. 4 ദിവസം കൊണ്ട് ഞാൻ റിസൾട്ട് ഉണ്ടാക്കും. സുഷമേച്ചി എന്തുണ്ട് വിശേഷം? എന്നെ വിശേഷം. സുമേഷേ, നീ വളർന്നൊക്കെ സുന്ദരനായല്ലോ. അവൻ ആരുടെയാ മോൻ? എന്റെ അല്ലേടി? സുന്ദരനായിരിക്കോ? പുരുഷേട്ട ഇരിക്കെ. സുഷമേച്ചി വാ മോനെ. ആളിയനോട് ഇരിപ്പുണ്ടായിരുന്നോ? ഇല്ല, ഇപ്പൊ പറ്റിട്ടേ ഉള്ളൂ. ദേവി കുഞ്ഞമ്മേ നല്ല വന്നില്ലേ? അയ്യോ തുളസി, അത് എടുക്കല്ലേ. അത് ജയന്റെ കൂട്ടുകാർ വരുമ്പോ കലക്കി കൊടുക്കേണ്ടതാ. പിള്ളേർ കുറച്ച് മന്ദലിരിക്കുകയാണ്. അവർക്ക് വല്ല കട്ടൻ ചായ ഉണ്ടാക്കി കൊടുത്താൽ മതി. സൂര്യ, അതെ, ആ പുരുഷവും ആ പെണ്ണുപിള്ളി അവിടെ വന്നിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. അതെ, ഒന്ന് നോക്കിയോട്ടോ.
ചേച്ചി ഇത് ഇവിടെ വെച്ചിട്ടുണ്ടേ. ഇല്ല ജലജേച്ചൊക്കെ വന്നിട്ടുണ്ട്. ആരാടി? സർലേച്ചയാ. ഈ കേണൽമാരുടെ ഓരോ രീതികളെ രാത്രി ബ്രെഡും ചിക്കനും കഴിച്ചില്ലെങ്കിൽ കയ്യും കാലും വിറയ്ക്കും. പറഞ്ഞാലും ഷൈമോനെ കണ്ടില്ലല്ലോ. അവന്റെ പഠിത്തൊക്കെ എങ്ങനെയുണ്ട് ചേച്ചി? അവനിപ്പോ ആരോടും അങ്ങനെ മിണ്ടത്തില്ല. ഒറ്റയ്ക്കെന്ന് ഭയങ്കര ചിന്തയാ. ശാസ്ത്രജ്ഞനാവുന്ന ചേട്ടൻ പറയുന്നത്. നീ എവിടാ? രാത്രി വരുമ്പോഴേ അച്ഛനുള്ള ബ്രെഡും ചിക്കനും കൂടെ വാങ്ങിച്ചോണ്ട് വരണേ. പിന്നെ 2 സീർച്ചും. ഓക്കെ ഡ്യൂഡേ. മിലിറ്ററിയിലൊക്കെ ആയോണ്ട് ട്രിപ്റ്റാ. അവിടെ ഒരു ബ്രെഡും ചിക്കനും. പട്ടാളത്തിലേക്ക് കഞ്ഞി വെച്ചു കൊടുക്കലാണ് പണി. നമ്മുടെ ഗോമാവൻ പണ്ടങ്ങ പോയപ്പോ കണ്ടതല്ലേ. അല്ലേ തിന്റെ കേണന്മാർക്ക് ഷൈലപ്പനെന്ന് പേരിടുക. അവിടെ ഒരു പത്രാസ്. സുനി വിഘ്നാണല്ലോ കാണുന്നത്. തേങ്ങയ്ക്ക് 3 കണ്ണേ ഉള്ളൂ, 4 കണ്ണ് വേണ്ടേ? ശുക്ലാംബരധരം വിഷ്ണു. പച്ചടി തുരയുടെ സദ്യയൊക്കെ കൊള്ളാം. പക്ഷെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിലേ മൊത്തം കളി മാറും. അവന് വട്ടാടാ. ആ നീയല്ലേ കൊണ്ട് ഏർപ്പാടാക്കി കാണിക്കുന്നുണ്ടല്ലേ. ഇയാൾ എന്തെങ്കിലും അലമ്പുണ്ടാക്കിയാലുണ്ടല്ലോ. സാധാരണ ഏൽപ്പിച്ച കാര്യമൊക്കെ വെടിപ്പാക്കിയിട്ടുണ്ട്. എന്തിനാ എന്നും വെക്കണത്? പൊന്നത് കണ്ണേറ് മാറാനുള്ള, അതെടുത്ത് കഴിക്കരുത്. അടിപൊളി. 2 പച്ചമുളക് എടുത്ത് ഇവന്റെ കണ്ണിലൂടെ തേച്ചു കൊടുത്തേ. വൈകുന്നേരം പച്ചടി അച്ചാറും കായത്തോരന പോരെ? എന്തെങ്കിലുമൊക്കെ ആയിട്ട് തന്നാ മതി. ആ എന്നാ തുടങ്ങ. എന്നാ പിന്നെ ഉള്ളി അരിയട്ടെ. ഉള്ളി കൊണ്ടുള്ള കായത്തോരണ്ടൊക്കെ കായ അരിയണം. എടാ സാലി, ഒരു 3 ട്യൂബ് വഴിയിലും കൂടെ ഇട്ടേക്ക്. കല്യാണം കഴിഞ്ഞാലും കെട്ടിത്തീരുമോ? ഇപ്പൊ തീരും സാറേ. നേരത്തെ വരാനും. ഒളിക്കുമ്പോൾ ഒളിച്ചു ഞാൻ നോക്കുന്നു വഴിവക്കിൽ വെലിക്കൽ നിന്നവളെ ഒരു കിളിച്ചുണ്ടൻ. ആ ജയ, ഇവളുടെ ഒടുക്കത്തെ ഒരുക്കം കാരണം അല്ലെങ്കിൽ കുറച്ചുകൂടെ നേരത്തെ വന്നാനെ. ചേട്ടന്റെ വയറൊക്കെ പോയി ആളെങ്കിൽ ടിപ്പായല്ലോ. ആ കുറച്ച് വ്യായാമമൊക്കെ ഉണ്ട്. അപ്പൊ 6 പാക്ക് ആയാ? ഇല്ല, പാക്ക് അടുത്ത ആഴ്ച എത്തും പറഞ്ഞിട്ടുണ്ട്. എന്നാ അതോടെ ഇരിക്കും. പുതിയ ഐറ്റമാണല്ലോ. എടാ വന്നോണ്ടിരിക്കാണ് ഒരു 5 മിനിറ്റ്. ആ ഇവിടത്തെ ലൈറ്റൊക്കെ പണിയാണ്, വേഗം വരാൻ നോക്ക്. എടാ വരാണ് 5 മിനിറ്റ് കട്ട് ചെയ്ത്. എന്തുവാടാ ഇത്? DJ ലൈറ്റ് ആണോ? DJ ലൈറ്റ്. മിന്നി മിന്നി നിൽക്കും. അതെ മിനി പുതിയത് കൊള്ളാല്ലേ. വലിയ താമസം ഉണ്ടാവില്ല. നമ്മൾ കുറെ ലേറ്റ് ആയോ? ആളുകളൊക്കെ വന്നു തുടങ്ങിയിട്ടല്ലോ. ചീട്ടിറക്കടാ. കുട്ടാപ്പി എടുത്തോണ്ട് പോയി ചീട്ടില്ലടാ, അതിന്റെ പുറകെ ചീട്ടിട്ട് കൊടുക്കാവാ. ചില എച്ചുണ്ടാവണം കുറച്ചുകൂടി പൊക്കിട്ടോ. ആ അതെ ചേച്ചി ഇടോ ഞാനല്ല ശരി ചെറുക്കണത്. ആ കഴി ചേച്ചി പോക്കോ തുടങ്ങാൻ പോകുന്നില്ല. മറിഞ്ഞു ഒരുമിച്ചാ വന്നേ? ആ അതെ അതെ ഒരുമിച്ചാ. ജ്യൂസ് കുടിക്കേ. കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ 2 നേരം ബാംഗ്ലൂർക്ക് തന്നെയാണോ പോണേ? ആ അതെ മാമൻ. ഇതാ അഞ്ചുടെ കൂട്ടുകാരാ. എന്താ ചേട്ടാ? എടി ചെറുക്കൻ്റെ വീട്ടുകാർ സാരിയായിട്ട് വരും. ആ അവളോട് സന്തോഷമായിട്ടൊക്കെ സംസാരിക്കാൻ പറയട്ടെ അവരുമായിട്ട്. ജയേട്ടൻ അതൊന്ന് ചിരിച്ചു നിൽക്ക്. അവളുടെ കൂട്ടുകാരൊക്കെ വന്നിരിക്കല്ലേ, അവൾക്ക് കുഴപ്പമൊന്നുമില്ല. കൂട്ടുകാർ ഇത് കഴിയുന്ന ഒരു മനുഷ്യന്. അടുത്ത് കളിക്കല്ലേ? എന്റെ ദൈവമേ, ആഞ്ഞിലിക്കുരു പോലെ ഇരുന്ന പെണ്ണ എന്നാ വളർച്ച പുരുഷനല്ലേടാ? അല്ല സ്ത്രീ. എവിടെ നിന്ന് വരുവോ? കടുപ്പട്ട് ഇറങ്ങിയൊക്കെ പരിചയം പുതുക്കാൻ ഒരു സെൽഫി എടുക്കാം.
ഹായ് മോളു. ഹായ്. എന്താ ഡാർലിങ്ങിന്റെ പേര്? അമ്മു. നല്ല പേരാണല്ലോ, അമ്മു. Thank you. അമ്മുവിന് ഞാനൊരു സമ്മാനം തരട്ടെ. ആ, എത്രാം ക്ലാസ്സിൽ പഠിക്കുന്ന അമ്മു? 4th. ആഹാ. ആ, ശരി എന്നാ, ബൈ മോളു. എടാ സലി, കിരൺ ചേട്ടൻ എന്താ ഇവിടെ? ഞാൻ ദേ കല്യാണം കൂടാനായിട്ട്. നിങ്ങളാണ് അടുത്ത പരിപാടി? പിന്നെ ഞാനല്ല ഇതിന്റെ പരിപാടി. ചേട്ടാ ശരി ഞാൻ പോവാറില്ല, ചേട്ടൻ പോവാറില്ല. ആ ചേട്ടാ, സൂര്യ വിളിക്കുന്നു, ഞാൻ ഒന്ന് പോയി നോക്കിട്ടെ. അതെ നോക്കിയാലോ. ആ, നീ വന്ന് നീ അവനെ കണ്ട ടീന അകത്ത് അഞ്ചനായിട്ട് സംസാരിച്ചോണ്ട്. അഞ്ജുവിന്റെ കൂട്ടുകാരനെന്നാ പറഞ്ഞത്. എന്നാലും എനിക്കൊരു സംശയം. ഇപ്പം മറ്റേ അഞ്ജുവിനെന്തോ അടുപ്പമുണ്ടെന്ന് പറഞ്ഞ്. നല്ല വെളുത്ത് പൊക്കമുള്ള ഒരുത്തനല്ലേ, ഇവനൊന്നും ആവാൻ വഴിയില്ല. നീ ഒന്ന് പോയി അന്വേഷിച്ച്. അറിയില്ലെങ്കിൽ അറിയില്ലെന്ന് പറഞ്ഞ പോലെ എനിക്ക് എല്ലാം കൂടി അടിച്ചു പോയേനെപ്പോ. എടാ സാലി, അഞ്ജുവിന്റെ കുറച്ച് കൂട്ടുകാരികളൊക്കെ വന്നു കേട്ടല്ല, നമുക്കൊറ്റ ചാർക്കൊല്ലം ഉണ്ടാ? ആ ഒരെണ്ണുണ്ട്. എങ്ങനെയുണ്ട്? ദേ ആ പുള്ളിനോട് ചോദിച്ചാൽ മതി, നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും. ചേട്ടാ പുള്ളിക്കാരൻ കെട്ടാൻ പോണ പെണ്ണാണത്. ആ പെണ്ണിന്റെ കൂട്ടുകാരിയോട് തഞ്ചു. പിന്നെ സെറ്റ് വർക്കും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെയാ. മനസ്സിലായ? ഏകദേശം. ആ കിരൺ ചേട്ടാ, ഇത് റേച്ചേട്ടൻ. ഹായ്. റജിയുടെ പേര് അകത്തവര് പറയുന്നുണ്ടായിരുന്നു. ഓ ശരി. ഞാനിവിടെ അപ്പുറത്ത് തന്നെ, ഇവിടുത്തെ മെയിനാളാണ്. ഏതാ സ്ഥലം? മൊഹമ്മ. ഓ ശരി. നമുക്കിവിടെ കുറച്ച് കൂട്ടുകാരൊക്കെ ഉണ്ട്. ഇന്നിവിടെ ഉണ്ടാവില്ല. ഇന്നിവിടെ നിൽക്കണ കാര്യം ടീന പറഞ്ഞു. ഓ കലക്കി. അടിക്കുവോ? പിന്നെ ചേട്ടാ അടിക്കുമ്പോ നമ്മളെയും കൂടെ ഒന്ന് വിളിക്ക്. ഈ 2 ഫുള്ള് വന്നിട്ട് നാട്ടുകാർക്ക് കൂടി ഒഴിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞാൽ സാധനം തികയത്തില്ല കേട്ടോ. എന്നെ പൊന്നളിയ, അളിയ മൊത്തം അടിച്ചു തീർത്തിട്ട് എന്നോട് പറഞ്ഞിട്ട് വല്ല കാര്യം ഉണ്ടാ? നീ കൂടുതൽ കാര്യമൊന്നും തിരക്കണ്ട. എന്റെ കൂട്ടുകാരല്ലേ ഇപ്പൊ അവർക്കുള്ള സ്ഥാനമൊക്കെ നീ റെഡിയാക്കി വെച്ചോളും കേട്ടോ. തരുവനെ കാണാം കേട്ടോ. ആശാനെ, ഞാൻ കുറെ നേരമായിട്ട് പറയണത് ഇതൊന്നും നടപടിയാവണ കേസൊന്നുമല്ല. ഈ പച്ചക്കറി ഒന്നും മാറി മേടിച്ചില്ലെങ്കിലേ ഈ ശാമ്പാരം കിമാർത്തും ട്രെയിൻ ആക്കാൻ പറ്റുന്നില്ല. ആശം പുള്ളി വിളിച്ച് കാര്യം പറ, അല്ലെങ്കിൽ ഞാൻ എന്റെ പാട്ടിന് കൂട്ടാം. മാറ്റെടുത്ത കല്യാണം എന്താ സൂര്യ? എന്താണോ ഈ സൂര്യ പറയുന്നത് കേട്ടിട്ട് പച്ചമുളകത്തിന്റെ കണ്ണിലും മൂക്കിലും അണ്ണാക്കിലും തയ്ക്കാൻ തോന്നുന്നുണ്ട്. കട്ടപ്പോകെ എന്താണ് പറഞ്ഞു കൊടുക്കണോ? എന്റെ പൊന്നു ചേട്ടാ, ഈ പച്ചക്കറി ഒന്നും കാര്യം നടക്കൂല കേട്ടാ. ഈ തക്കാളിക്കൊക്കെ ഉണ്ട് ചീഞ്ഞ മുട്ടയുടെ മണമാണ്. ആ വെണ്ടയ്ക്കൊക്കെ പച്ചക്കറിനെ പോലും കൊള്ളൂല. ഇവൻ പിന്നെ നായിക്കെട്ടാണെങ്കിലും തിന്നോളൂ. നിങ്ങൾ ഇതൊക്കെ എവിടുന്നാ മേടിച്ചേ? ചന്തയിലെ ബാബുവിന്റെ കടയിൽ. ബാബുവിന്റെ കടയിൽ നിന്ന്? അവന്റെ കടന്ന് ആരെങ്കിലും സാധനം മേടിക്കോ? വന്നിട്ട് ഇത്രയും നേരായി ഒരു ചെറുതരം പോലും ആരുമില്ല. കല്യാണം നേരത്തിന് ഇവര്. ഓ ചേട്ടനെ ആ ടർപ്പയുടെ പുറകിലേക്ക് വെക്കും, അവിടെ ഉണ്ട് സാധനം. അത് പറ. ജയൻ ചേട്ടാ, ചേട്ടൻ വിചാരിച്ച പോലെയല്ല, അത് നമ്മുടെ അഞ്ജുവിന്റെ കൂട്ടുകാരി കെട്ടാൻ പോണ പയ്യനാണ്. ആ മോഹമ്മയിലുള്ള ചെക്കനാണ്. അടുത്ത ആഴ്ച വരെ കല്യാണമാണ്. പിന്നെ സൂനി പറഞ്ഞാലും കാര്യമുണ്ട്. ആ തക്കാളി മാറ്റി പുതിയ തക്കാളി വാങ്ങാൻ നോക്ക് കേട്ടോ. എന്റെ സ്വഭാവം അവർക്ക് അറിയില്ല. ചീഞ്ഞ മുട്ടേന്റെ മണം. ആശാനെ, ഈ തക്കാളിക്കൊരു കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇപ്പൊ എനിക്കൊരു മണം തോന്നല്ലോ. കേട്ടില്ലേ സുനി? എനക്ക് തോന്നില്ല, എനിക്കും തോന്നില്ല. അതാണ് എന്റെ പൊന്നുള്ള പച്ചക്കറി മുഴുവൻ തിന്ന് തീർത്ത് കഴിഞ്ഞാൽ നാളെ അന്നെ വെട്ടിമുറിച്ച് സാമ്പാർ ഉണ്ടാക്കാൻ കഴിയില്ല. അരിയൻ 2 ആൾക്കാരെ വിളിച്ചു പോവാ. നശിപ്പിക്കല്ലേ.